നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 14 മേജർലി 3 റിലീസായിരുന്നു മലയാളത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിലേറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ചിത്രം പൈങ്കിളിയായിരുന്നു. സോ കാരണം വേറെ ഒന്നുമില്ല, ആവേശത്തിന് രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ്റെ എഴുത്ത്, പ്രൊഡക്ഷൻ ഫഹദ് ഫാസിൽ, സജിൻ ഗോപു, ചന്തു, സലീം കുമാർ, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്ന ഒരു പടം അത്യാവശ്യം നല്ല പ്രതീക്ഷയായിരുന്നു. സോ സ്മൈൽ മേക്കേഴ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. പൈങ്കിളി ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത്. ഇപ്പോൾ എത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നോ ആ പ്രതീക്ഷയിൽ ഒത്തും ഉയർന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ നല്ല നമുക്ക് പോസിറ്റീവിലേക്ക് തന്നെ ആദ്യം തന്നെ പോവാം. ഇപ്പോൾ പോസിറ്റീവിലേക്ക് ആദ്യം തന്നെ വരുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം ഇത് കോമഡിക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു പടമാണ്. അപ്പോൾ അതിൽ പെർഫോമൻസ് അത്രത്തോളം നന്നാവുന്നു, അത്രത്തോളം നന്നായാൽ മാത്രമേ നമുക്ക് കാണുന്ന പ്രേക്ഷകനെ എൻഗേജിങ് ആയിട്ട് എത്താൻ പറ്റുള്ളൂ. കാരണം ഈവൻ ഓരോ ക്യാരക്ടേഴ്സും വന്ന് പറഞ്ഞു പോകുന്നത് കോമഡിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പടം പോകുന്നത്. സോ പെർഫോമൻസുകൾ ഇപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓഫ് കോഴ്സ് സജിൻ ഗോപു ആള് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അതിപ്പോൾ ആളുടെ വളരെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ ഓരോ പടത്തിലും ചെയ്ത ക്യാരക്ടേഴ്സിൽ യാതൊരു വിധത്തിലും സാമ്യത തോന്നാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്ന ആളുടെ കംപ്ലീറ്റ്ലി, അതായത് ഈവൻ സ്റ്റാർട്ടിങ് ടു എൻഡ് ആളാണ് പടത്തിലുള്ളത്. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പോൾ എന്ത് വന്നാലും പെർഫോമൻസ് അത്രയും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താണോ ഇപ്പോൾ ആ കഥാപാത്രത്തിന് വേണ്ടത് ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർമലി കാണുന്ന രീതിയിലുള്ള കഥാപാത്രമല്ല, കുറച്ച് ക്യൂർക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു കോമഡിയും അത്യാവശ്യം രീതിയിൽ ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലത്തെ കുറച്ച് ക്രിഞ്ചി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട് ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടൊക്കെ തന്നെയുണ്ട്. അതുപോലെ തന്നെ അനശ്വര രാജൻ നന്നായി തന്നെ ചെയ്തു. പിന്നെ എടുത്തു പറയാൻ തോന്നിയത് റോഷൻ ഷാനവാസിൻ്റെ പ്രകടനമാണ്. ഇപ്പോൾ നമ്മുടെ ആവേശത്തിലെ 3 പേരിൽ ഉണ്ടായിരുന്നൊരു പയ്യൻ, ആളുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ഇപ്പം നമ്മുടെ നായകൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആളത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന, എപ്പോഴും കൂടെ നിൽക്കണം, എന്ത് കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ക്യാരക്ടർ. നല്ലൊരു ക്യാരക്ടറൈസേഷൻ ഇതിൽ എനിക്ക് കണ്ടത് ആളുടെ ആയിരുന്നു. അത് നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജിസ്മാവിൽ ഇപ്പോൾ കുറേ ഷോർട്ട് ഫിലിംസും റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതാണ്. ആളുടെ പെർഫോമൻസ് നന്നായിരുന്നു. ആദ്യത്തെ പടമായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ വന്നുപോയ ഓരോ ക്യാരക്ടേഴ്സ് നന്നായിരുന്നു. പിന്നെ അബു സലീമിൻ്റെ കാര്യം നമുക്ക് പറയണം. അബു സലീം നന്നായി ചെയ്തിട്ടുണ്ട്. ചില കോമഡീസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ആൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് ഇപ്പോൾ BGM ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടുകളാണെങ്കിലും എല്ലാം രസമായിരുന്നു. ഇപ്പോൾ സിനിമയിലെ മൂഡിനോട് ചേർന്ന് പോകുന്ന നല്ല രസമായിട്ടുള്ള മ്യൂസിക് ആയിരുന്നു. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമായിരുന്നു കേട്ടിരിക്കാൻ. അതുപോലെ തന്നെ പാട്ടുകളും നന്നായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ച് കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം വരുന്ന പാട്ടാണെങ്കിലും ഇപ്പോൾ എല്ലാ പാട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. അതുപോലെ ക്യാമറ വർക്ക്, എഡിറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിഷ്ണു ഗോവിന്ദൻ്റെ ഓഡിയോഗ്രാഫി നന്നായിരുന്നു. ഇതൊക്കെ തന്നെയാണ് മെയിൻലി പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഡയറക്ടർ ഇപ്പോൾ രോമാഞ്ചത്തിലും ആവേശത്തിലൊക്കെ ജിത്തു മാധവൻ്റെ കൂടെ കണ്ട ഒരു ആളാണ് ജിത്തു ബാബു എന്ന് പറയുന്നത്. ആളുടെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ടായിരുന്നു. ആൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജിത്തു മാധവൻ്റെ എഴുത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആളുടെ കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ ആൾ അങ്ങനെയുള്ള എഴുത്തിന് ആപ്റ്റായിട്ടുള്ള നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് വന്നത്. പിന്നെ നെഗറ്റീവായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു കഥ ഇല്ല, അത് തന്നെയാണ് നെഗറ്റീവ്. പക്ഷേ അത് നമുക്ക് ബോറടിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ആയിട്ടും പ്ലോട്ടിലേക്ക് വരുന്നില്ല. ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇപ്പോൾ മെയിൻ ക്യാരക്ടർ, ഇപ്പോൾ സജിൻ്റെ ക്യാരക്ടർ ഒരു സൈഡിലുള്ള ആളുടെ സ്റ്റോറി വന്നിട്ട് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് അനശ്വരയുടെ സ്റ്റോറി വന്ന് അവർ പോകുന്ന ഓരോരോ സിറ്റുവേഷനിൽ കൂടെ ആണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സ്റ്റോറി എന്ന് പറയാനില്ല. കുറേ നല്ല നല്ല സിറ്റുവേഷൻസ് വന്ന് ആ സിറ്റുവേഷനിൽ കൂടെ പോയി അങ്ങനെ അവസാനിക്കുന്ന ഒരു പടം. ഈവൻ ക്ലൈമാക്സിന് മുമ്പുള്ള പൊസിഷൻസൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എനിക്ക് തോന്നി. മീൻസ് ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അധികം ബോറിന് അടിക്കുന്നില്ല. അത്യാവശ്യം കോമഡി വരുന്നുണ്ട്, കുറേ കോമഡി വർക്ക് ആവുന്നുണ്ട്, കുറേ കോമഡി ഇത്തിരി ചീറ്റി പോകുന്നുമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് എന്താവും, എവിടെയാണ് അവർ ഫിനിഷ് ചെയ്യാൻ പോണേ എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. മീൻസ് ഒരു ഐഡിയ കിട്ടാണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ അവർ ഫിനിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. ആ ഒരു ഫിനിഷിംഗ് ഒന്നും അത്ര രസമായി തോന്നിയില്ല. പക്ഷേ ഓക്കെ, അതിനിടയിലും നല്ല നല്ല പെർഫോമൻസുകൾ, ഇപ്പോൾ മെയിനായിട്ട് പറഞ്ഞല്ലോ പെർഫോമൻസ് കൊണ്ട് ആ എഴുത്തിനെ, അതായത് ഫുള്ളി കോമഡിക്ക് ഫോക്കസ് ചെയ്യുന്നൊരു പടത്തിനെ ആ പെർഫോമൻസുകൾ കൊണ്ട് മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അസലായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാം. സോ ഓവറോൾ ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതുപോലൊരു ടീമിൻ്റെ ഒരു പടം വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രതീക്ഷയിൽ കയറിയതായിരുന്നു. പക്ഷേ അതിനനുസരിച്ച് പടം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നല്ലൊരു തിയേറ്റർ ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്നിട്ട് കാണുമ്പോൾ ഒട്ടും ബോറടിയാണ്ട് കണ്ടിറങ്ങാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഒരു മോശം പടമല്ല, നല്ലപോലെ ചിരിക്കാനുണ്ട്. കുറച്ചൊക്കെ പാളിപ്പോയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു തിയേറ്റർ OTT എങ്ങനെയായാലും കണ്ടിരിക്കാവുന്ന ഒരു പടം. അതാണ് പൈങ്കിളി എനിക്ക് തോന്നിയത്. സോ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.